ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. 2026 ഞെട്ടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സാക്ഷാൽ മമ്മൂട്ടി. മലയാളത്തിന്റെ മഹാനടൻ 2026 ഒരുപാട് പുതിയ വേഷങ്ങളാണ് മലയാളത്തിന് സമ്മാനിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ആദ്യം തന്നെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, 22 വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ബ്ലാക്ക് എന്ന സിനിമയിൽ ആ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ റീക്രിയേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് മമ്മൂട്ടിയും ഡയറക്ടറായിട്ടുള്ള രഞ്ജിത്തും. അതിലെ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ കാരിക്കാമൂർ ഷൺമുഖൻ എന്നുള്ള ആ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം. ആ ഒരു കഥാപാത്രത്തെ ഒരു സിനിമയാക്കി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ദിലീപിന്റെ റൺവേ എന്ന സിനിമയിലെ വാളയാർ പരമശിവം എന്നൊരു കഥാപാത്രത്തെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ട് വാളയാർ പരമശിവം എന്നുള്ളൊരു കഥാപാത്രമായിട്ട് വരുന്നൊരു സിനിമയെ പറ്റി. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കുമെന്നാണ്. ഒരുപാട് ആരാധകർക്ക് സന്തോഷവും അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രവും തന്നെ ആയിരിക്കും കാരിക്കാമൂർ ഷൺമുഖൻ എന്നുള്ള കഥാപാത്രം ബേസ് ആയിട്ട് കൊണ്ട് രഞ്ജിത്ത് സംവിധാനത്തിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് വേറെ ആരുമല്ല, തുടരുമെന്ന സിനിമയിലൂടെ മലയാള പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം വില്ലനിസം കുത്തിക്കയറ്റി വെച്ച ഒരു നടനായിരുന്നല്ലോ പ്രകാശ് വർമ്മ. തുടരുമെന്ന സിനിമയിൽ ജോർജ് സാർ എന്ന കഥാപാത്രം ചെയ്ത അദ്ദേഹം തന്നെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാന നായക വേഷത്തിലെത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ചിലപ്പോൾ എന്താ പറയാൻ കഴിയില്ല, അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റ് വന്നിട്ടില്ല. എന്തായാലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ഒരു പടം 22 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കിട്ടിയൊരു ഫീല് അത് അതേപോലെ നിലനിർത്താൻ രഞ്ജിത്തിന് കഴിയുമോ ഇല്ലയോ നമുക്ക് എന്തായാലും കണ്ടറിയാം. എന്തായാലും രഞ്ജിത്ത് മമ്മൂട്ടിയും വന്നിരിക്കുന്ന അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടുള്ള കാരിക്കാമൂർ ഷൺമുഖൻ എന്ന കഥാപാത്രം ബേസ് ചെയ്തുള്ള ചിത്രം എന്തായാലും ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഈ ഒരു ചിത്രം വളരെയധികം അടിപൊളിയായിട്ടുള്ള ഒരു ചിത്രം തന്നെ ആയിരിക്കുമെന്നാണ് ഏറെ പ്രതീക്ഷയോടെ ഇരിക്കുന്നത് എല്ലാവരും.